السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഭയക്കേണ്ട, പേടിക്കേണ്ട, കാവൽ ചോദിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. എല്ലാ ദുആകളിലും ദാരിദ്ര്യത്തെ തൊട്ട് അഭയം ചോദിക്കുന്ന ദുആകൾ ഹദീസുകളിൽ കാണാം. ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കുമെന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത്. ഖാദൽ ഫഖറു അൻ യകൂന കുഫറ, അത്രയും അപകടകരമായ ഒന്നാണ് ദാരിദ്ര്യം. ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം, അതിനു വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഈ സമയം വലിയ പ്രയാസം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സുഹൃത്തുക്കളും. നമ്മുടെ ജീവിതം നല്ല സന്തോഷത്തോടെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാൻ മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ ഒരുപാട് ദിക്റുകളും ദുആകളും സ്വലാത്തുകളും പതിവാക്കാൻ മഹാന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ഉണ്ടാകും, പണത്തിന് ബുദ്ധിമുട്ടുമുണ്ടാകൂല, ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂല. നാം എപ്പോഴും പതിവാക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അസ്മാഉൽ ഹുസ്ന. നമുക്കറിയാം, അള്ളാഹുവിന്റെ പേരുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ, ഭംഗിയുള്ള, പ്രധാനപ്പെട്ട 99 പേരുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അള്ളാഹുവിന്റെ പേരുകൾ അസ്മാഉൽ ഹുസ്ന ഒരാൾ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തോ. ഇന്ന ലില്ലാഹി 99 ഇസ്മ, അള്ളാഹുവിനിക്ക് 99 നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും ആ പേരുകളെ പഠിച്ചാൽ, അതിനെ മനസ്സിലാക്കിയാൽ, അതിനെ ഉൾക്കൊണ്ടാൽ, അതിനെ കൊണ്ടു നടന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ ഹഫിളഹാ ദഖലൽ ജന്ന, മറ്റൊരു റിപ്പോർട്ട് കാണാം, ആരെങ്കിലും അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ, പേരുകളെ മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും, ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയായി കിട്ടും. അത്രയും അത്ഭുതമാണ് ഓരോ ഇസ്മുകൾക്കുള്ള, അള്ളാഹുവിന്റെ 99 പേരുകൾക്കുള്ള, ഓരോ പേരുകൾക്കുള്ള മഹത്വങ്ങൾ, നേട്ടങ്ങൾ, ഫലങ്ങൾ, ചൊല്ലിയാൽ, അത് പതിവാക്കിയാൽ ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും മഹാന്മാര് കിതാബുകളിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം മാത്രം പറയാൻ തന്നെ മഹാന്മാര്, അള്ളാഹുവിന്റെ ആരിഫീങ്ങള് കിതാബുകൾ ഒരുപാട് രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ചെറിയൊരു ഇസ്മാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമാകാനും, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാനും, പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ നാം പതിവാക്കേണ്ട ഒരു ദിക്റാണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, ബാസിത്ത്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ബാസിത്ത് എന്നുള്ള ഇസ്മ. ബാസിത്ത് എന്ന് പറഞ്ഞാൽ വിശാലമാക്കുന്നവൻ, എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ. അപ്പൊ ഈ ഇസ്മ ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, യാ ബാസിത്തു യാ അല്ലാ എന്നുള്ള ഈ ദിക്ർ, യാ ബാസിത്തു യാ അല്ലാ എന്നുള്ള ഈ ഇസ്മ, മൻ ഖാല ഫിൽ അസ്ഹാർ യാ ബാസിത്തു യാ അല്ലാ, ആരെങ്കിലും അത്താഴ സമയത്ത് എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്ന, സുബഹി നിസ്കാരത്തിന്റെ, സുബഹി ബാങ്കിന്റെ അല്പം മുമ്പ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം, തഹജ്ജുദിന്റെ സമയം, അത്താഴ സമയത്ത് ഈ ഇസ്മ യാ ബാസിത്തു യാ അല്ലാ എന്നുള്ള ഇസ്മ 10 മർറാത്തിൻ
10 പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ വമസഹ യദഹു അലാ വജ്ഹി, ആ 10 പ്രാവശ്യം പറഞ്ഞ് കൈ മുഖത്തിലേക്ക് തടവിയാൽ, 10 പ്രാവശ്യം പറഞ്ഞ് കൈയിലേക്ക് ഊതി വമസഹ യദഹു അലാ വജ്ഹി, അവന്റെ മുഖത്തിലേക്ക് ആ കൈനെ തടവിയാൽ ലം യഫ്തഖിർ അബദ, അവനിക്ക് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല, ദാരിദ്ര്യം ഉണ്ടാകൂല. അത്രയും മഹത്വമുള്ള ഒരു ഇസ്മാണ് യാ ബാസിത്ത് എന്നുള്ള ഇസ്മ. അതുപോലെ തന്നെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, ഫമൻ അറാജ അൻ യുർസക അൽമാല, മുതല് കിട്ടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, പണം ആവശ്യമുണ്ട്, പണം വേണം, മുതല് വേണം, സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, വൽ വലദ, അതുപോലെ തന്നെ മക്കളെ ആഗ്രഹിക്കുന്നവര്, വസ്സഅത, അതുപോലെ തന്നെ വിശാലത ആഗ്രഹിക്കുന്നവര്, ഫിൽ മഈശത്തി, ജീവിതത്തിൽ മഈശത്തിൽ നല്ല വിശാലത, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ, വതഈസീറ ഉമൂർ ദുനിയ, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ഉദ്ദേശിക്കുന്നവര്, ഫൽ യുദാവിം അലാ ഖൗലി യാ ബാസിത്ത്, യാ ബാസിത്ത്, യാ ബാസിത്ത് എന്നുള്ള ഈ ദിക്ർ, ഈ ഇസ്മ എല്ലാ ദിവസവും 72 പ്രാവശ്യം ചൊല്ലണം. അവന് പതിവാക്കട്ടെ. വഹുവ മുജറബുൻ, ഇത് പരിശോധിച്ച് വിജയം കണ്ട ഒരു വിഷയമാണ്. അപ്പൊ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, മക്കളെ കിട്ടാന് ആഗ്രഹിക്കുന്നവര്, ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ ആഗ്രഹമുള്ളവര്, യാ ബാസിത്ത് എന്നുള്ള ദിക്ർ എല്ലാ ദിവസവും 72 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ഇസ്മ, ഈ ചെറിയ മന്ത്രം, ഈ ചെറിയ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ നാമം നാം എല്ലാ ദിവസവും പതിവാക്കണം. പ്രത്യേകിച്ചും തഹജ്ജുദ് നിസ്കരിച്ച് 10 പ്രാവശ്യം പറഞ്ഞ് കൈയിൽ ഊതി ആ കൈ കൊണ്ട് മുഖം തടവുക. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 72 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെയും അള്ളാഹു എളുപ്പമാക്കി തരും. നാം ഉദ്ദേശിക്കാതെ, നമുക്ക് മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെയും നടക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. നാം ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ അള്ളാഹു നമുക്ക് നൽകും. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു നാമമാണ് യാ ബാസിത്ത്. യാ ബാസിത്ത് യാ അള്ളാഹ് എന്നുള്ള ഈ നാമം പതിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ നാമത്തിന്റെ, ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാര്യ മക്കള്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, കൃഷികളിൽ എല്ലാത്തിലും അള്ളാഹു ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ.